ഒരിടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റെപ്പിംഗ് ഇൻ ടു അനദർ ഡെക്കേഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും നെക്സ്റ്റ് ഡെക്കേഡിലോട്ട് കയറിയപ്പോഴത്തേക്ക് എന്തെങ്കിലും ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ടോ ലൈഫിൽ? ഇല്ല, അത് 30 വയസ്സായി എന്നുള്ളത് വേറെ ശരിക്കും പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളിപ്പം ഓരോ വർഷം കൂടുതൽ പിന്നെ ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ മേജർ ഇത് പറഞ്ഞാൽ 20s തീർന്നു എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതിങ്ങനെ ലൈഫ് മൂവ്സ് ഓൺ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് ഇറ്റ്സ് എ ഫാക്ടർ ദാറ്റ് യു ആർ നോട്ട് ഇൻ യുവർ 20s എനിമോർ എന്നുള്ളൊരു എനിക്ക് ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ഫാക്ടർ ആയിരുന്നു. പലരും പറയാറുണ്ട് നമ്മൾ 30s കയറി കഴിയുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഒരു ഫീൽ ഉണ്ട്, ഇത് അടിപൊളിയാണല്ലോ എന്നുള്ളത്. ആക്ച്വലി എന്റെ ഫ്രണ്ട് വാശിയുടെ ഡയറക്ടർ വിഷ്ണു ചേട്ടനെയാണ് ഞാൻ ആദ്യം വിളിച്ചത്. വിഷ്ണു ചേട്ടൻ എനിക്ക് 30 വയസ്സാവാറ് എനിക്ക് ടെൻഷൻ ആവുന്നു പറഞ്ഞു. അപ്പൊ വിഷ്ണു ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു, ആക്ച്വലി ഇത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടെ അടിപൊളി. ആരെയാണ് ഈ ചോദ്യം ചോദിക്കാൻ ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് പറയാം, സാറിനെ 70ാമത്തെ വയസ്സിൽ മധുസാറ് ലൈഫിനെ കാണുന്ന പെർസ്പെക്റ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഓ മൈ ഗോഡ്, ഏറ്റവും യങ് ആണ്. മസാറിന്റെ ചെറിയ ഡിഫിക്കൽട്ടീസ്, ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട്, ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. മസാർ വർക്ക് ചെയ്യുന്ന ടൈം രാത്രി കിടന്നുറങ്ങിയിട്ട് രാത്രി ഒരു 1 മണിക്ക് എഴുന്നേറ്റിട്ട് രാവിലെ 6 മണി വരെ ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് പിന്നെയും കിടക്കും. ഇപ്പൊ ഞാൻ ചെന്നൈയിൽ മസാറിനെ ലാസ്റ്റ് ടൈം കാണാൻ ചെന്നപ്പോ സാറ് ഫ്രീ ആണ്. സാറ് പഴയ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് സ്കാൻ ചെയ്ത് അതെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷൂട്ടിന്റെ സമയത്താണെങ്കിൽ ഈ കുറച്ച് ഡിഫിക്കൽട്ട് ടെറൈനിലേക്കൊക്കെ കയറേണ്ട സ്ഥലത്തൊക്കെ സാറിന് പ്രത്യേകിച്ച് സാറങ്ങ് കയറും. അതിന് പ്രത്യേകിച്ച് മടിയോ കാര്യങ്ങളോ നമുക്ക് ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു സ്ട്രീറ്റ് ലിറ്റപ്പ് ചെയ്യേണ്ട ഒരു സീൻ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കാറിൽ സംസാരിച്ചു പോകുന്നത്. അതിന് മസാറ് സാധാരണ രീതിയിൽ കാറ് ലൈറ്റ് അപ്പ് ചെയ്തിട്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ മസാർ ഹി പ്രിഫർ ടു ലിറ്റ് അപ്പ് ദ ഹോൾ, ആ കംപ്ലീറ്റ് സ്ട്രീറ്റ് ലിറ്റപ്പ് ചെയ്യാൻ. അപ്പം മസാർ അത് ലിറ്റപ്പ് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഡിസ്റ്റൻസ് ഈ പ്രായത്തില് മനസ്സിലായി. സോ പിന്നെ മഴ, സിനിമയിൽ മഴ ഒരു എലിമെന്റ് ആണ്, മഴ ഒരു ക്യാരക്ടറാണ്. ലൂക്കയില് മഴ ഒരു അറ്റ്മോസ്ഫിയറിന് വേണ്ടിയിട്ടാണ്. കാലങ്ങളുടെ ഈ 2 കഥാപാത്രങ്ങളുടെയും 2 കപ്പിളിന്റെ ഇടയ്ക്കുള്ള കാലങ്ങളുടെ ഒരു ഡിഫറൻസ് ആണ്. ഇതിൽ പക്ഷെ മഴ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഈ സിനിമയില്. അപ്പം മഴ പെയ്യിക്കുന്ന സമയങ്ങളിൽ റെയിൻ യൂണിറ്റ് ചെയ്യുമ്പോൾ മധുസാർ നേരെ ഫ്രണ്ടിൽ നിൽക്കും. അതാണ് സാറ് പറയുന്നത്. അവര് പിടിച്ചിട്ട് ശരിയായില്ലെങ്കിൽ സാറ് പോയി പിടിച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്കൊരു മാസ്റ്റർ ക്ലാസ് എക്സ്പീരിയൻസ്. എനിക്ക് പേഴ്സണലി എന്നെ വിളിച്ചിരുത്തി മറ്റേ ട്യൂഷൻ എടുത്തു തന്നിട്ടുണ്ട് ഫിസിക്സിൽ. ഇങ്ങനെയാണ് ലൈറ്റ് പോകുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. വേറൊരു ദിവസം ഞാൻ പറയുന്നത് പോലെ എനിക്ക് ഭയങ്കര ആ മനുഷ്യനോട് ഇത്രയധികം റെസ്പെക്ട് ചെയ്യുന്നൊരു മസാറ് പ്രിയൻ സാറിന് ഒരു പടത്തിന്റെ ഷൂട്ട് കോയമ്പത്തൂര്. ആ ദിവസം നമുക്ക് മസാർ അവൈലബിൾ ആയിരുന്നില്ല. അപ്പം നമ്മുടെ ഷൂട്ട് പാരലി മസാറിന്റെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മസാർ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് മസാർ കോയമ്പത്തൂരിന്ന് ഇടുക്കിയിൽ വരുമ്പോൾ സമയം 8:30. നമ്മൾ ഏതാണ്ട് പാക്കപ്പ് പറയാറായ സമയത്താണ്. മസാർ കയറി വന്ന ശേഷം ചെറിയ ഇറർ ഉണ്ടായിരുന്നു ആ ലൈറ്റില്. അനദർ 1.5 മണിക്കൂർ എടുത്ത് പുള്ളിയോടെ ഇരുന്ന് വീണ്ടും ലൈറ്റ് അപ്പ് ചെയ്ത് അടുക്കളയിലല്ല റൂമില് ഫോട്ടോ വെച്ചിരിക്കുന്നത്. കാരണം മസാർ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പം അതിൽ പറഞ്ഞൊരു ലൈറ്റ് ഓഫ് ഒരു ഇരുട്ടത്തിരുന്നാണ് ഉള്ള സീനിൽ പെട്ടെന്ന് ലൈറ്റ് ഇട്ട ശേഷം കോൺവെർസേഷൻ കണ്ടിന്യൂ എന്ന് പറയാം. ഇവിടെ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള മൂൺ ലൈറ്റ് കട്ടാകുന്നതിലുള്ള ചെറിയ ഒരു കറക്ഷന് വേണ്ടി മാത്രം ഒരു 1.5 hour വീണ്ടും സ്പെൻഡ്. അല്ല സാറ് 1.5 hour എന്നുള്ളതിനേക്കാളും സാർ അത്രയും ഡ്രൈവ് ചെയ്ത് അവിടെ വയസ്സുള്ള ആളാന്ന് വിചാരിക്കണം. നമുക്ക് റെസ്റ്റ് എടുത്താൽ മതി. സാറ് റൂമിൽ പോലും പോയിട്ടില്ല, നേരെ സെറ്റിലേക്കാണ് വരുന്നത്. വന്ന് ഇത് നോക്കി അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്യണം. അത്രയും എന്തൂസിയാസ്റ്റിക് ആണ് സാർ. സോ അത് അങ്ങനെ ഒരാളുടെ ഏജ് കൺസിഡർ, നമ്മൾ ഏജിനെ ഏജ് ഒരിക്കലും ഒരു ഫാക്ട് അല്ല. ഇപ്പോ ഈ ഒരു ഇതിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പിലെ ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണല്ലോ. അപ്പൊ ഈ ഒരു ടോപ്പിക് ഇപ്പോഴത്തെ ഒരു കാലത്ത് എത്രത്തോളം റെലവെന്റ് ആണ് ശരിക്കും പറഞ്ഞാല്? ആ ഒരു കഥ, അതായത് കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ വേണം എന്നും കൂടിയാണല്ലോ പറഞ്ഞു. തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻ അത് ഈ കാലഘട്ടത്തിൽ നിന്നുള്ളതല്ല. എനിക്ക് തോന്നുന്നു എല്ലാ കാലഘട്ടത്തിലും റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തമ്മിലൊരു സ്നേഹം എന്നത് കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് വളരെ ഓപ്പൺ ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണെന്നുള്ളതാണ്. പലപ്പോഴും അത് ഉണ്ടാവാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ഇഷ്യൂസിലേക്കും ഒക്കെ എല്ലാ റിലേഷൻഷിപ്പും, അത് ഒരു സൗഹൃദമാണെങ്കിലും ഒരു പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും ഈ പേരൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ സംഭവിക്കുന്നതാണ്. റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യം ലാസ്റ്റ് പറഞ്ഞാണ്,
എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും. നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് നമുക്ക് പലപ്പോഴും ഒരു കാര്യം തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അത് പേരൻസ് ഹേർട്ടാവെന്ന് വിചാരിച്ച് സംസാരിക്കാണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതും ടോക്സിക് പേരന്റിങ് തന്നെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ട് നമ്മുടെ ഗ്രൂമിങ്ങിൽ കുട്ടി യങ്ങർ ഏജ് മുതൽ നമ്മുടെ ഗ്രൂമിങ്ങിൽ ഈ ഒരു ടോക്സിസിറ്റി ഒരു വന്നു ചേരുന്നു? ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മയല്ലേ? ആ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സിനിമയിൽ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ പറയുമ്പം സനൽ, ലീന ക്യാരക്ടേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ, അവരുടെ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞാലും ഇതിന്റെ സബ് സ്റ്റോറീസ് ആയിട്ട് വരുന്ന സംഭവങ്ങളിൽ ഈ എല്ലാ റിലേഷൻഷിപ്പുകളും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ജാഫർ ചെയ്യുന്ന ക്യാരക്ടറുണ്ട്, അപർണയുടെ ഫാദർ ആയിട്ട് വരുന്നത്. ഇവർ തമ്മിലുള്ള മൊമെന്റ്സ് ഉണ്ട്. അത് ഈ പറയുന്ന ഒരു ചെറിയ ഫിയർ ഉള്ള മൊമെന്റ്സ് ഉണ്ട്. എന്നാൽ ജാഫർക്ക് വളരെ ഓപ്പൺ ആയിട്ട് അപർണയോട് സംസാരിക്കുന്ന ഇതുണ്ട്. അപ്പം എല്ലാ റിലേഷൻഷിപ്പിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മൾ ഇത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ അപർണ നേരത്തെ പറഞ്ഞ പോലെ ഈ കപ്പിളിന്റെ ഇടയ്ക്ക് കാലങ്ങൾ എടുത്തുകൊണ്ടിരുന്നൊരു മെച്യൂരിറ്റി ഉണ്ടല്ലോ, അതേ ഒരു മെച്യൂരിറ്റി അച്ഛൻ മകൾ റിലേഷൻഷിപ്പിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ഇവരുടെ പല കാലഘട്ടത്തിൽ ജാഫ്രിക്കയും അപർണയുമായിട്ടുള്ള കോൺവെർസേഷനിൽ ജാഫ്രിക്കയുടെ ക്യാരക്ടർ ഉണ്ടാകുന്ന ഒരു തരം മെച്യൂരിറ്റി. അതും ആൾക്കാർക്ക് വളരെയധികം റിലേറ്റബിൾ ആണ്. ഈ പേരൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ നമ്മുടെ ഏജ് കൂടുന്തോറും അതിൽ വരുന്ന മാറ്റങ്ങൾ റിയൽ ലൈഫിൽ എങ്ങനെയാ നോക്കിക്കാണുന്നത്? മാറ്റങ്ങൾ ഉണ്ടോ? ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു പ്രായത്തിൽ വരെ, ഇപ്പൊ ഒരു ടീനേജ് പ്രായത്തിൽ പ്രോബബ്ലി നമുക്ക് അവർ പറയുന്ന ഒന്നും ഡൈജസ്റ്റ് ആവില്ല. അതെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ് കുറച്ച് നാൾ കഴിയും തോറും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡെയിലി ഇപ്പം അന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി വീട്ടിൽ തന്നെയാണ്. ഇപ്പൊ ഞാൻ അവരെ വിളിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴാണെങ്കിൽ എന്താ പറയാ, എപ്പോഴും വിളിക്കും, സംസാരിക്കും. ആൻഡ് എൻ്റെ ലൈഫിൽ ഇപ്പം അപ്പോഴാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മയ്ക്കും അച്ഛനും അറിയാം. അങ്ങനെ വേറെ ഇപ്പം പറഞ്ഞിട്ടില്ല എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതാ പേരൻസിന്റെയും കൂടെ ഒരു ഗുണമാണല്ലോ. അത് തന്നിട്ട് ഇപ്പം അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഇതാണെങ്കിൽ അവര് അതിനെ എതിർക്കും. അല്ലെങ്കിൽ ഇപ്പം അവർക്ക് വലിയ കുഴപ്പം എന്തെങ്കിലും ഒരു ന്യൂസ്, അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണെങ്കിലും ഇഫ് ഐ വാണ്ടഡ് ടു ട്രൈ ഔട്ട് ആൻ ഓഡിഷൻ, അവരതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പം എന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എവറിത്തിങ്. ഈ മറയേക്കാളും നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്കുകളിൽ വ്യത്യാസം. അവര് നമ്മളെ കുറച്ചും കൂടെ അവരുടെ കാര്യങ്ങൾ പറയാൻ ഒക്കെ ഓപ്പൺ ആവുന്ന എനിക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾസ് ഒക്കെ നമ്മളുമായിട്ടും ഷെയർ ചെയ്യാൻ. ഒരു ഏജ് കഴിഞ്ഞ പിന്നെ കുറച്ചും കൂടെ നമ്മുടെ റിലേഷൻഷിപ്പ് സൗഹൃദങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം അത് ഒരു പേരന്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിലേക്ക് സ്റ്റേറ്റിലേക്ക്. അപർണയുടെ ഫാദറിനെ മീറ്റ് ചെയ്തിരുന്നു. അപർണ നമ്മുടെ സിനിമയിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ റെക്കോർഡിങ് അപർണയുടെ തന്നെ സ്റ്റുഡിയോയിലാണ്, തൃശ്ശൂർ. സൂര്യചേട്ടൻ അങ്ങോട്ട് അപ്പൊ ഐ ഹാഡ് എ ഗുഡ് കോൺവെർസേഷൻ അപർണയുടെ ഫാദറുമായിട്ട്. എനിക്ക് സിംഗിൾ പേരന്റ് ആണ് എന്നെ വളർത്തിയത്. എന്റെ വളരെ ചെറുപ്പത്തിൽ ഫാദർ മരിച്ചു, അമ്മയാണ് എന്നെ വളർത്തിയത്. ഈവൻ അവിടെ പോലും ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെജോറിറ്റി ഓഫ് ദ ടൈം. ഈ പറയുന്ന നമ്മൾ ഈ ഏജ് മാറുന്നതനുസരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകൾ മാറുന്നത് ഭയങ്കര എവിഡന്റ് ആണ്. ഇപ്പൊ ഞാനും അമ്മയും കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ വീണ്ടും കല്യാണം കഴിക്കാതിരുന്നത് എന്നൊക്കെ ചോദിക്കുന്നത്. പണ്ട് ഇത് ചോദിക്കേണ്ട ധൈര്യം ഇല്ല, അമ്മയ്ക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പൊ നമുക്ക് അങ്ങനത്തെ സൗഹൃദങ്ങൾ ഇപ്പൊ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് പഠിച്ചു തുടങ്ങി ജോലി ചെയ്ത് തുടങ്ങിയ സമയമൊക്കെ ആയപ്പോഴത്തേക്കും അമ്മ ഓഫീസിൽ ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടു, നമുക്കൊന്ന് കല്യാണം ആലോചിച്ചാലോ എന്നൊക്കെ പറയാവുന്ന ഒരു ഓപ്പൺനെസ്സിലേക്ക് വരും. അതിനു മുമ്പ് നമുക്കത് വളരെ പേടിയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവര് നമ്മളോട് സംസാരിക്കുന്ന സബ്ജക്റ്റുകളും മാറും. അപ്പൊ അത് ഭയങ്കര എവിഡന്റ് ആണ്. ഈ പേരൻസ് നല്ല ഒരു എന്താ പറയുക, ഒരു ഇതിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയാണ് നമ്മളെ പേരൻസ് വളർത്തുന്നതെങ്കിൽ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് സിനിമയിലെ പോലെ തന്നെ കുറച്ചുകൂടെ കൂളായിട്ട് മിണ്ടിയും പറഞ്ഞിരിക്കാൻ പറ്റും പേരൻസ്. അപ്പൊ എന്തായാലും എന്റെ കൂടെ ഇത്രയും നേരം നിങ്ങൾ 3 പേരും മിണ്ടിയും പറഞ്ഞു ഇരുന്നതില് ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും ക്രിസ്മസിന് നമ്മൾ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ എന്തായാലും നിങ്ങളുടെ മുമ്പിലേക്ക് മിണ്ടിയും പറഞ്ഞു കൊണ്ടുവരികയാണ്. നിങ്ങളും മിണ്ടിയും പറഞ്ഞു ഫാമിലി ആയിട്ട് എല്ലാവരുമായിട്ട് നല്ലപോലെ ടൈം സ്പെൻഡ് സിനിമയെ കുറിച്ച് മിണ്ടിയും പറഞ്ഞിരിക്കുക. പക്ഷേ ഇറ്റ് വിൽ ബി എ ട്രീറ്റ് ഫോർ ഓൾ ഓഫ് യു. വളരെ സിമ്പിൾ ക്ലോസ് ടു ഹാർട്ട് പരിപാടി ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ക്രിസ്മസിന്റെ സമയത്ത് ഫാമിലിയൊക്കെ ആയിട്ട് പോയി ധൈര്യമായിട്ട് കാണാം. ഒരു ചെറിയ സന്തോഷം മനസ്സൊന്ന് ലൂക്ക ഇറങ്ങിയ സമയത്ത് പറയാറുണ്ടായിരുന്നു, ലൂക്ക തിയേറ്ററിൽ
ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്ന വിഷയമാണ്. ലൂക്ക തിയേറ്ററിൽ കണ്ടിറങ്ങി പോകുന്ന ഓഡിയൻസ് കപ്പിൾസ് ആണെങ്കിൽ അവരൊന്ന് അതിലൊരു പെയിൻ ഉണ്ടല്ലോ. ഇന്ന് അവർ പോയി നന്നായിട്ടൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയാൽ നമ്മൾ ഭയങ്കര ഹാപ്പി. പക്ഷെ ഈ സിനിമയിൽ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെ സിനിമയിൽ കണ്ടാൽ ഞങ്ങൾ സംസാരിക്കാത്ത കപ്പിളാണെങ്കിൽ അവരൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഈ പറയുന്ന പോലെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നുറങ്ങാനൊക്കെ. അതിനപ്പുറം ഞാൻ കാണുന്നത് മിണ്ടിയും പറഞ്ഞു ഇരിക്കാനുള്ളൊരു സ്പേസ് അവർ കണ്ടെത്തുക, സമയം അവർ കണ്ടെത്തുക. എങ്കിൽ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ്. അതെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.